അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് നമ്മൾ നടത്തിയ HSM സ്കോളർഷിപ്പ് എക്സാമിൻ്റെ രണ്ടാമത്തെ റിവിഷൻ ടെസ്റ്റിൻ്റെ ആൻസർ കീയാണ്. അപ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ പരീക്ഷ എഴുതി, വലിയ സന്തോഷമുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് നമ്മളിതുപോലെ തന്നെ മോഡൽ എക്സാമുകളൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സുകളും കേൾക്കുക, പഠിക്കുക, PDF നോട്ട്സൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രമാണ് നിങ്ങൾ PDF പ്രിൻ്റ് എടുത്തിട്ടോ എഴുതി വെച്ചിട്ടോ പഠിക്കേണ്ടത്. കാരണം വീഡിയോസ് കാണുമ്പോൾ മനസ്സിൽ നന്നായിട്ട് നിൽക്കാനും പരീക്ഷയ്ക്ക് ഓർമ്മ ഉണ്ടാവാനൊക്കെ സഹായിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ എക്സാമിൻ്റെ ആൻസർ കീയാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അവർ പരമാവധി എന്ത് ചെയ്യാം, ആരുടെയെങ്കിലും സഹായത്തോടു കൂടെ ചോദ്യവും 4 ഓപ്ഷൻസും വായിപ്പിക്കുക. എന്നിട്ട് നിങ്ങളൊരു ഉത്തരം പറയുക. എന്നിട്ട് ആ ഓപ്ഷൻസ് ഏതാണെന്ന് വെച്ചാൽ എഴുതി വെക്കുക. അതായത് ഒന്നാമത്തെ ചോദ്യം ഒരാളോട് വായിക്കാൻ പറയാം. എന്നിട്ട് ആ 4 ഓപ്ഷനും വായിക്കാൻ പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു ഉത്തരം പറയുക. എന്നിട്ട് ആൻസർ പറയുമ്പോൾ ശരിയാണോ തെറ്റാണോ നോക്കിയിട്ട് മാർക്ക് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നേരത്തെ എക്സാം എഴുതിയവരും ഇനി നേരത്തെ എക്സാം എഴുതാൻ പറ്റാതെ യൂട്യൂബിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയിട്ട് എക്സാം എഴുതുന്നവരും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിർബന്ധമായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് കുട്ടികൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വരുന്ന പരീക്ഷകളിലും ഇതുപോലെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. അതുപോലെ തന്നെ അവസാനം നമുക്ക് നടക്കാനുള്ള പ്രിലിംസിലും എന്ത് ചെയ്യണം, ഫുൾ മാർക്ക് സ്കോർ ചെയ്തിട്ട് സ്കോളർഷിപ്പ് എല്ലാവരും അടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ കീയിലേക്ക് പോവാണ്. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? നോമ്പുകളെ 3 വിധമാക്കിയത് ആര് എന്നതായിരുന്നു അല്ലേ. നോമ്പുകളെ 3 വിധമായി തിരിച്ചത് ആരായിരുന്നു? ഇമാം ഗസാലിയാണ് അല്ലേ. ഗസാലി ഇമാമാണ്. സാധാരണക്കാരുടെ നോമ്പ്, പ്രത്യേകക്കാരുടെ നോമ്പ്, പ്രത്യേകക്കാരുടെ നോമ്പ് എന്നിങ്ങനെ 3 വിഭാഗമായിട്ട് നോമ്പുകളെ തരംതിരിച്ചത് ഇമാം ഗസാലി ആയിരുന്നു. അടുത്ത ചോദ്യം എന്താണ്? ശരീരത്തിൻ്റെ എന്താണ് നോമ്പ് എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ സക്കാത്താണ് നോമ്പ് അല്ലേ. ഓരോ വസ്തുവിനും സക്കാത്ത് ഉണ്ട്. അതിൽ ശരീരത്തിൻ്റെ സക്കാത്താണ് നോമ്പ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ശരീരത്തിൻ്റെ എന്താണ് നോമ്പ്? ശരീരത്തിൻ്റെ സക്കാത്താണ് നോമ്പ്. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ സക്കാത്ത് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ശരീരത്തിൻ്റെ സക്കാത്ത് നോമ്പാണെന്ന് പറയാം. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു പ്രസ്താവനയാണ്. വയറു നിറക്കൽ ശരീരത്തെ ചീത്തയാക്കുന്നതും രോഗമുണ്ടാക്കുന്നതുമാണ്, നിസ്കാരത്തിൽ മടിയുണ്ടാക്കുന്നതുമാണ് എന്ന് പറഞ്ഞതാരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. വയറു നിറക്കൽ ശരീരത്തെ ചീത്തയാക്കുന്നതും രോഗമുണ്ടാക്കുന്നതുമാണ്, നിസ്കാരത്തിൽ മടിയുണ്ടാക്കുന്നതുമാണ് എന്ന് പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അടുത്ത എന്തായിരുന്നു? നമ്മുടെ ശരീരത്തെ ഗ്രന്ഥകാരൻ എന്തിനോടാണ് ഉപമിച്ചത്? അപ്പോൾ PA മുഹമ്മദ് ബാക്കവി മുണ്ടംപറമ്പാണ് നമ്മുടെ റമളാനും നോമ്പുകളും എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രന്ഥകാരൻ എന്തിനോടാണ് നമ്മുടെ ശരീരത്തെ ഉപമിച്ചത്? ഓടുന്ന വാഹനത്തോടാണ് അല്ലേ. ഓടുന്ന വാഹനത്തോടാണ് നമ്മുടെ ശരീരത്തെ ഗ്രന്ഥകാരൻ ഉപമിച്ചിട്ടുള്ളത്. ഈത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് സഹായകമായ ഘടകം എന്തായിരുന്നു? ഫ്രക്ടോസ് ആണ് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈത്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് സഹായകമായ ഘടകം എന്താണ്? ഫ്രക്ടോസ് ആണ്. ഇനി ഈത്തപ്പഴത്തിൽ അടങ്ങിയ വിറ്റമിൻ അതൊക്കെയാണ് പറഞ്ഞത്? എയും ബിയുമാണ് അല്ലേ. വൈറ്റമിൻ എയും ബിയുമാണ് ഈത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നിർബന്ധമായ നോമ്പുകൾ എത്ര വിധം അല്ലേ. നമ്മൾ പറഞ്ഞു നിർബന്ധമായ നോമ്പുകൾ 6 വിധമാണ് അല്ലേ. നിർബന്ധമായ നോമ്പുകൾ 6 വിധമാണ്. ഫർളായത്, സുന്നത്തായത്, കറാഹത്തായത്, ഹറാമായത്, അതുപോലെ തന്നെ പ്രതിഫലത്തോടുകൂടെ ഹറാമായത്, പ്രതിഫലമില്ലാതെ ഹറാമായത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 6 രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നോമ്പുകളെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു വെക്കണം, നിർബന്ധമായ നോമ്പുകൾ എത്ര വിധമാണ്? 6 വിധമാണ് നിർബന്ധമായ നോമ്പുകൾ ഉള്ളത്. ഈ വെള്ളിയാഴ്ചയിലെ നോമ്പ് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? കറാഹത്തിൽപ്പെട്ടതാണ് അല്ലേ. വെള്ളിയാഴ്ചയിലെ നോമ്പ് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? കറാഹത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ അല്ലേ. മിസ്കീന്മാരുടെയും ഫുഖറാകളുടെയൊക്കെ ഹജ്ജാണ്. അതുപോലെ തന്നെ ഈദുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ പെരുന്നാളാണ് വെള്ളിയാഴ്ച എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയിലെ നോമ്പ് എന്താണ്? കറാഹത്താണ് നമ്മൾ പറഞ്ഞു. ഇനി സ്വഹീഹാകുന്ന ഹറാമായ നോമ്പ് ഏതാണ്? സ്വഹീഹാണ്, അതുപോലെ തന്നെ ഹറാമായ നോമ്പ് അല്ലേ. സ്വഹീഹായ ഹറാമാകാത്ത നോമ്പും പറഞ്ഞു, സ്വഹീഹാകുന്ന ഹറാമായ നോമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വഹീഹാകുന്ന ഹറാമായ നോമ്പ് ഏതാണ്? അപ്പോൾ സ്വഹീഹാകുന്ന ഹറാമായ നോമ്പ് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ അവൻ്റെ സാന്നിധ്യത്തിൽ ഭാര്യ എടുക്കുന്ന നോമ്പാണ്. അപ്പോൾ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ അവൻ്റെ സാന്നിധ്യത്തിൽ ഭാര്യ എടുക്കുന്ന നോമ്പാണ് സ്വഹീഹാകുന്ന ഹറാമായ നോമ്പ് എന്ന് പറഞ്ഞത്.
അടുത്ത എന്തായിരുന്നു, കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം. പിന്നെ അതുപോലെ തന്നെ ഫത്വാനത്ത് എന്നതിൻ്റെ വിപരീത വിശേഷണം എന്താണ്? ബലാദത്താണ്. ബലാദത്താണ് ഫത്വാനത്ത് എന്നതിൻ്റെ വിപരീതമായിട്ടുള്ള വിശേഷണം. അമ്പിയാക്കൾക്ക് മുസ്തഹിലായ സിഫത്താണ് ബലാദത്ത്. അതുപോലെ തന്നെ ഫത്വാനത്ത് എന്നുള്ളത് വാജിബായിട്ടുള്ള സിഫത്തുമാണ്. നമ്മൾ പറഞ്ഞു 4 വാജിബായ സിഫത്തുകളും 4 മുസ്തഹിലായ സിഫത്തുകളുമാണ് ഉള്ളതെന്ന്. ഇനി ഉലുൽ അസ്മിൽ ഉൾപ്പെടാത്തവർ ആരാണ്? അയ്യൂബ് നബി അലൈഹിസ്സലാമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം. ആ ഓപ്ഷനിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമാണ് ഉലുൽ അസ്മുകളിൽ പെടാത്തത്. അപ്പോൾ ഇവിടെ ഉലുൽ അസ്മുകളിൽ പെടാത്തത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസ അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം എന്ന ഓപ്ഷനിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമാണ് ഉലുൽ അസ്മുകളിൽ പെടാത്തത്. ഇനി ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി ഉപമിച്ചത് എന്തിനോടാണ്? ഈത്തപ്പഴത്തോടാണ് അല്ലേ? അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഉപമകൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഖുർആൻ ഓതാത്ത സത്യവിശ്വാസിയെ ഉപമിച്ചത് ഈത്തപ്പഴത്തോടാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ് അല്ലേ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല നമ്മൾ പറഞ്ഞു കാസർഗോഡാണ്. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം ഏതായിരുന്നു? ബാംഗ്ലൂരാണ് അല്ലേ? ബാംഗ്ലൂരാണ് ഇന്ത്യയുടെ പൂന്തോട്ട നഗരം. പിന്നെ അള്ളാഹുവിന് ജായിസായ സിഫത്തുകളുടെ എണ്ണം എത്രയാണ്? 1 അല്ലേ? അമ്പിയാക്കൾക്കാണെങ്കിലും അള്ളാഹുവിനാണെങ്കിലും ജായിസായ സിഫത്തുകളുടെ എണ്ണം നമ്മൾ പറഞ്ഞു 1. പിന്നെ അർശിനെ ചുറ്റുന്ന മലക്കുകളുടെ പേരെന്താണ്? ഹാഫൂനാണ് അല്ലേ? ഹാഫൂനാണ് അർശിനെ ചുറ്റുന്ന മലക്കുകൾ. അപ്പോൾ ഈ മലക്കുകളുടെ ഓരോ നമ്മളിവിടെ പറഞ്ഞ സഫ്രത്ത്, ഹമലത്തുൽ അർശ്, ഹാഫൂന്, ഹഫലത്തൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓരോന്നും എന്ത് കൃത്യങ്ങൾ നിർവഹിക്കുന്ന മലക്കുകളാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി ആകെ മുർസലുകൾ എത്രയാണ്? 313. അതിൽ 25 വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത എന്താണ്? ഇദ്രീസ് നബി അലൈഹി സ്വലാമിൻ്റെ ഏടുകളുടെ എണ്ണം എത്രയാണ്? 30 അല്ലേ? ഇദ്രീസ് അലൈഹി സ്വലാമിന് കിട്ടിയ ഏടുകളുടെ എണ്ണം 30. ഓരോ പ്രവാചകന്മാർക്കും കിട്ടിയ ഏടുകളുടെ എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഏത് സ്വഹാബിയുടെ ഖിറാഅത്ത് കേൾക്കാനാണ് മലക്കുകൾ ഇറങ്ങി വന്നതെന്ന് ചോദിച്ചാൽ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിൻ്റെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മോഡൽ എക്സാമിൻ്റെ ആൻസർ കീ. എക്സാം എഴുതാത്തവർ കൃത്യമായിട്ട് ഓപ്ഷൻസ് അടക്കം നോക്കിയിട്ട് എക്സാമായിട്ട് എഴുതിയിട്ട് വേണം മാർക്ക് കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് മോഡൽ എക്സാം നടത്തും. കൃത്യമായിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.